സാധാരണ നമ്മൾ ലഡുവെല്ലാം ഉണ്ടാക്കുന്നത് എണ്ണയിൽ വറുത്ത് കൂരിയ ബൂന്തിയെല്ലാം യൂസ് ചെയ്തിട്ടാണല്ലോ. ഇന്ന് നമ്മൾ ഇതൊന്നുമില്ലാണ്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടൊരു ലഡു ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചന ദാൽ അഥവാ കടലപ്പരിപ്പാണ്. ഇത് ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. കഴുകിയതിന് ശേഷം മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്തെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല, ചെറിയ തരികളോട് കൂടി അരച്ചെടുത്താൽ മതി. ഇതിപ്പം ഒരു സെറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതേപോലെ മുഴുവൻ കടലപ്പരിപ്പും ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിളക്കാം. കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പം വലിയ കട്ടകളൊക്കെ മാറി ചെറിയ കട്ടകളൊക്കെ ആയിട്ട് ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ഭാഗത്തിനായി വന്നിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റോളമാണ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തത്. ഈ ദാലിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പം തീരെ നൈസായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. ചെറിയ തരികളോട് കൂടിയ പൊടിയാണ് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യം. ഇതുപോലെ മുഴുവനും ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ലഡുവിന് ആവശ്യമായി ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റോളം ഒന്ന് തിളച്ചോട്ടെ. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ചന ദാൽ തന്നെ ചെറിയൊരു മഞ്ഞ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ചന ദാലിൻ്റെ മിക്സ് അങ്ങ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്കൊരു പകുതിയോളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടുത്ത പകുതിയും കൂടെ ചേർത്തിളക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പും ചന ദാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. ആ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ചന ദാലിലേക്കൊന്ന് പിടിച്ചോട്ടെ.
30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ച് കറക്റ്റ് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഒരല്പനേരം ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകം എന്താണെന്ന് കിട്ടുന്നത്. ഈ ഒരു പാകത്തിന് വേണം ഷുഗർ സിറപ്പും ചന്നദാലും കൂടി ഇരിക്കാൻ. ഷുഗർ സിറപ്പ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, അതുപോലെ ഒരുപാട് കൂടി പോകാനും പാടില്ല. ഈ മിക്സിന് ചെറിയൊരു നനവുണ്ടായിരിക്കണം എപ്പോഴും, തീരെ അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഇനി ഈ മിക്സ് തീരെ അങ്ങ് ഡ്രൈ ആയി പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാനും ചാൻസ് ഉണ്ട്. ഷുഗർ സിറപ്പ് തീരെ കുറഞ്ഞു പോയാലും ഒത്തിരി കൂടി പോയാലും നമുക്കിത് നല്ല ഉരുളയാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ചന്ന ദാൽ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം നിങ്ങളൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടും ഇരിക്കുന്നുണ്ട് ഈ ലഡു. നല്ല ടേസ്റ്റുമാണ് ഇതിന്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.